കുഞ്ഞിച്ചോ മിനസാൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്സോ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ദി ബിഗിനിങ് ഓഫ് ദി ഇന്ത്യൻ്റെ സീസൺ 4 എപ്പിസോഡ് 16 മലയാളം മാൻഹോ എക്സ്പ്ലനേഷൻ ആണ്. ഗൈസ്, നിങ്ങൾ ഈ പേജ് ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. ഗൈസ്, നിങ്ങൾ പലരും 2 എപ്പിസോഡൊക്കെ ഒരു ദിവസം ഇടാൻ പറയുന്നുണ്ട്, പക്ഷേ അതെന്നെക്കൊണ്ട് പോസിബിൾ അല്ല. ഞാൻ ഓൾറെഡി അതിൻ്റെ റീസണൊക്കെ പല തവണ പറഞ്ഞതാണ്. പിന്നെ മാക്സിമം നമുക്ക് ഒരു ദിവസം 2 ചാപ്റ്റർ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. സോ അതെല്ലാം നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മുടെ വീഡിയോസൊക്കെ മുന്നിലോട്ട് കാണാനായിട്ട്. സോ നമുക്ക് നേരെ എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം. അങ്ങനെ ചാപ്റ്റർ തുടങ്ങുന്ന നേരത്ത് ആ സ്ക്യൂറൽസിനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആർത്തറാട്ടെ ചാടി വീഴുന്നുണ്ട്. കോപ്പ് ഈ ബെല്ലി വീണ്ടും പോയി അവനവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ചധികം ദിവസങ്ങൾ ആ സ്ക്യൂറൽസിനെ അവൻ നന്നായിട്ട് ഒബ്സർവ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ അവന് 2 കാര്യങ്ങൾ മനസ്സിലായി. ഈ ബെല്ല് മാത്രമല്ല, അവൻ്റെ പ്രസൻസും അതുങ്ങളെ നന്നായിട്ട് അലേർട്ട് ചെയ്യുന്നുണ്ട്. ഈ ബെല്ല് എന്തായാലും ഒട്ടും ഹെൽപ്പ് ചെയ്യുന്നില്ലെങ്കിലും അതുങ്ങൾ ശരിക്കും മാന സെൻസിറ്റീവ് കൂടിയാണ്. ഈ റാപ്റ്റർ സ്ക്യൂറൽസ് എന്ന് പറഞ്ഞത് ഫുഡ് ചെയിൻ്റെ ഏറ്റവും താഴെത്തട്ടി കിടക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അവർ ശരിക്കും എക്സ്ട്രീംലി ആക്യുറേറ്റ് ആയ സെൻസസ് ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അവൻ്റെ പ്രസൻസ് മാത്രം ഹൈഡ് ചെയ്താൽ പോരാ, അവൻ അതിലുപരി എന്തൊക്കെ കണ്ടുപിടിക്കണമായിരുന്നു. അത് കഴിഞ്ഞാൽ മാത്രമേ ഇതുങ്ങളെ എങ്ങനെ പിടിക്കാം എന്നുള്ളത് അവന് കണ്ടെത്താൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ എൻ്റെ ബോഡിയിലുള്ള എല്ലാ മാനും ഞാൻ വിഡ്രോ ചെയ്യാനായിട്ട് തുടങ്ങി. സത്യം പറഞ്ഞാൽ ഒരു വലിയ റിസ്ക്കാണ് ഞാൻ എടുക്കുന്നത്. കാര്യം എനിക്കറിയാൻ മേലത്തെ സ്ഥലത്ത് എൻ്റെ ബോഡി ഫുള്ളി റിസ്ക്കിലാണുള്ളത്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, അത് ചെയ്താൽ മാത്രമേ എനിക്കിനി മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. എന്നാൽ മാന റിക്രേറ്റ് ചെയ്താൽ മാത്രം പോരായിരുന്നു, എൻ്റെ മൈൻഡ് കംപ്ലീറ്റ്ലി ക്ലിയർ ആക്കണമായിരുന്നു. എങ്കിൽ മാത്രമേ എനിക്ക് ഇവരെയൊക്കെ പിടിക്കാൻ സാധിക്കത്തുള്ളൂ. ഈ സമയത്ത് പതുക്കെ ഈ സ്ക്യൂറൽസൊക്കെ അവൻ്റെ ഫ്രണ്ടിലേക്ക് വരാൻ തുടങ്ങി. പെട്ടെന്ന് ചാടുന്നുണ്ടെങ്കിലും അതുങ്ങൾ വീണ്ടും അവിടുന്ന് രക്ഷപ്പെട്ടു പോയി. സത്യം പറഞ്ഞാൽ പറയുന്ന പോലെയല്ല, ഇത് കുറച്ച് പാടാണ്. പിന്നെ എനിക്ക് മറ്റൊരു കാര്യം മനസ്സിലായി. എൻ്റെ ശരീരത്തിൽ നിന്ന് ലീക്ക് വന്ന പ്യൂരിഫൈഡ് മാന അതുങ്ങളെ ഓടിക്കത്തില്ല, പക്ഷേ അതുങ്ങളെ അലാം ചെയ്യിപ്പിക്കും. അങ്ങനെ പോയാലും എനിക്കൊന്നിനെ പിടിക്കാൻ സാധിക്കത്തില്ല. രണ്ടാമത് മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ബോഡിയുടെ ഉള്ളിലുള്ള ആ ഒരു ഇന്റർലൈസ്ഡ് മാന ഉണ്ടല്ലോ, അത് അതുങ്ങളെ അലാം ചെയ്യുന്നില്ല. ആൻഡ് ലാസ്റ്റ്ലി മറ്റൊരു കാര്യം കൂടെ എനിക്ക് മനസ്സിലായി. ഇതായിരുന്നു കൂട്ടത്തിൽ ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയത്. അതായത് എക്സ്റ്റേണൽ മാന ഫുൾ ഉണ്ടല്ലോ, അത് അതുങ്ങളെ ഒന്നും ചെയ്യത്തുമില്ലായിരുന്നു. അതുങ്ങൾ അത് നോട്ടീസ് ചെയ്യത്തുപോലില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആർത്തർ കുറച്ചധികം ഫുഡ് അവിടെ കൂട്ടി വെച്ചിട്ട് അതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ ഇരുന്നുകൊണ്ട് അത് ചെയ്യാൻ തുടങ്ങി. അവൻ വീണ്ടും നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. ഒരു അജൂമിനേറ്റർ എന്ന നിലയിൽ പ്യൂരിഫൈഡ് മാന എനിക്ക് ബോഡി സ്പ്രെഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഈ മാന വെയിൻസിലൂടെ മാത്രമേ സാധിക്കത്തുള്ളൂ. നോർമലി അത് ഈ അറ്റ്മോസ്ഫിയറിലുള്ള അൺപ്യൂരിഫൈഡുള്ള മാനൊക്കെ അബ്സോർവ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. എന്നാൽ ഈ ഒരു ടെക്നിക്കിന് വേണ്ടി എൻ്റെ മാനക്കോർ, അതായത് പ്യൂരിഫൈഡ് മാനക്കോറും അറ്റ്മോസ്ഫിയറിൽ നിന്നുള്ള മാനക്കോറും രണ്ടും ബാലൻസ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ സിലിവനെ ഇത് പഠിപ്പിച്ചിട്ട് കുറേയധികം വർഷങ്ങളായി. എങ്കിലും ഇപ്പം എനിക്കത് അൺകോൺഷ്യസ്ലി തന്നെ മാന റൊട്ടേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ന്യൂ ടെക്നിക്കിനെ അതിനെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒരു പെർഫെക്റ്റ് ബാലൻസ് ഞാൻ മാനയിൽ കണ്ടെത്തിയെന്നും പറഞ്ഞ് അവൻ കണ്ണ് തുറക്കാൻ നിർത്ത് കുറച്ചധികം സ്ക്യൂറൽസ് അവൻ്റെ തൊട്ട് ഫ്രണ്ടിൽ നിൽപ്പുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ അവൻ ചിരിക്കെ അതുങ്ങളെല്ലാം അവിടുന്ന് ഓടിപ്പോവുകയും ചെയ്തു. എന്നാൽ 1 മിനിറ്റെങ്കിലും ബ്രേക്ക് എടുത്തിരുന്നെങ്കിൽ അത് എല്ലാം സ്ലോ ആയി മാറും. അതുമാത്രമല്ല, ഇത്രയൊക്കെ ദിവസം കഴിഞ്ഞാൽ ആ ഒരു ടെക്നിക്ക് എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും പറ്റിയിട്ടില്ല. പിന്നുള്ളത് ഈ സ്റ്റുപ്പിഡുള്ള ബെല്ലാണ്. പക്ഷേ എനിക്ക് മനസ്സിലാകുന്നില്ല, സിൽവിയുടെ ട്രെയിനിങ് എങ്ങനെയാണ് എന്നെ ഇതിനെ ഹെൽപ്പ് ചെയ്യണത്? അല്ല, എൻ്റെ ഫാമിലി എങ്ങനെയുണ്ട്? ടെസ്സി എങ്ങനെയുണ്ട്? എലീജ, അവൻ, അതൊക്കെ വിട്. ഇപ്പം എനിക്ക് ട്രെയിനിങ്ങിൽ മാത്രം ഫോക്കസ് ചെയ്താൽ മതി. അതാണ് ഇപ്പം എൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞ് അവൻ വീണ്ടും കിടന്നുറങ്ങുവാണ്. ഇനി ഞാൻ ചെയ്യേണ്ടത് മാന ബ്രസ്റ്റാണ്. അത് യൂസ് ചെയ്ത് ഈ ബെല്ല് മുഴങ്ങുന്നതിന് മുമ്പ് തന്നെ ആ റാപ്റ്റർ സ്ക്യൂറൽസിൻ്റെ അടുത്തേക്ക് ചെല്ലണം. അതായത് ഈ ബെല്ല് മുഴങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ ആ മരത്തിൻ്റെ അടുത്ത് ചെല്ലണം. അതാണ് ഇനി ഞാൻ പഠിക്കേണ്ട ടെക്നിക്ക്. ഞാൻ ഹൈ സ്പീഡിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യണം. എന്നാൽ ഈ ബെല്ല് ഷേക്ക് ആകാനും പാടില്ല. അതിനുവേണ്ടി എനിക്ക് ഉള്ളിലെയും പുറത്തെ മാനകൾ പ്യൂരിഫൈഡ് ആയിട്ട് ബാലൻസ് ആയിട്ട് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവനത് പഠിക്കാൻ തുടങ്ങുവാണ്. വീണ്ടും എന്ന് പറഞ്ഞ് അവൻ ആ ടെക്നിക്ക് നന്നായിട്ട് പഠിക്കാൻ തുടങ്ങുവാണ്. പക്ഷേ അതത്ര എളുപ്പമല്ലായിരുന്നു. ഗോഡ്രിയനോട് ഒരു കാര്യം പറഞ്ഞിരുന്നു, ഈ മാന കൺട്രോൾ സ്ട്രെസ് ആയി കഴിഞ്ഞാൽ അത് നമ്മുടെ പ്രസൻസിനെ ബാധിക്കുന്നു. സോ അത് തന്നെയാണ് ഞാനിവിടെ കംപ്ലീറ്റ്ലി പഠിക്കേണ്ടത്. എൻ്റെ പ്രസൻസ് കംപ്ലീറ്റ്ലി ഇറേസ് ചെയ്തുകൊണ്ട് എനിക്കിത് യൂസ് ചെയ്യണം. എൻ്റെ ഹൈ സ്പീഡിൽ എനിക്ക് എൻ്റെ ഒപ്പോണൻ്റെ അടുത്തേക്ക് ചെല്ലണം. അല്ല, വിസ്റ്റം ഈ സ്കില്ല് പഠിക്കാനായിട്ട് എന്നെ ടെസ്റ്റ് ചെയ്യുവാണോ? അങ്ങനെ ആർത്തർ വീണ്ടും അത് പഠിച്ചുകൊണ്ടേയിരിക്കുവാണ്. പറയുന്നത് പോലെ തന്നെ അതൊട്ടും എളുപ്പമല്ലായിരുന്നു. ആർത്തർ നന്നായിട്ട് കഥക്കുന്നുണ്ടായിരുന്നു. അല്ല, സത്യം പറഞ്ഞാൽ ഇവൻ എന്താണ് ഈ ചെയ്യുന്നത്? 2 ആഴ്ചയായി ഞാൻ ഇവൻ്റെ മേലിൽ ശരിക്കും ഫെയ്ത്ത് വെച്ചിരുന്നു. അതെല്ലാം തെറ്റായിരുന്നു. അവനൊരു സ്ക്യൂറലിനെ പോലും ഇപ്പോൾ പിടിക്കാൻ സാധിച്ചില്ല. ആ സ്ക്യൂറൽസിൻ്റെ ടെയിൽ എന്ന് പറയുന്നത് മാനുഫാക്ചറിനെ അറിയാനായിട്ടുള്ളതാണ്. പക്ഷേ ഇവനെ പഠിച്ചിട്ടുണ്ടത് ഇവൻ്റെ പ്രസൻസ് ഒന്ന് ഹൈഡ് ചെയ്തിട്ട് കുറച്ചത്തെ ഫുഡ് അവൻ്റെ കയ്യിലെടുത്ത് വെച്ചാൽ മതി, തന്നെ വന്ന് കയറും, അവനെ പിടിക്കാനും പറ്റും. പക്ഷേ ഇവൻ അതിനിടക്ക് ഇവൻ എന്താണ് ഈ നോക്കുന്നത്? ആ ടൈമിലാണ് അവൻ ശരിക്കും ഞെട്ടിപ്പോയത്. കാര്യം ആർത്തർ ആ ഒരു ടെക്നിക്ക് യൂസ് ചെയ്ത് ആ ഒരു സ്ക്യൂറലിൻ്റെ തൊട്ട്
തൊട്ടടുത്തെത്തി അതിനെ കൈയോടെ കയറി പിടിക്കുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ വിസ്ഡം ശരിക്കും ഞെട്ടി. ആർത്തർ ഇപ്പോൾ മിറാജ് വാക്കിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പല്ലേ കംപ്ലീറ്റ് ചെയ്തത്. അതും ഒരു മനുഷ്യൻ അതിൻ്റെ ഫണ്ടമെൻ്റൽസ് പഠിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അതൊട്ടും എളുപ്പമല്ല. അത് മാത്രമല്ല ഈ ഒരു ഫിസിക്കൽ കോമ്പാക്റ്റിൻ്റെ ഇടക്കും അവൻ ആകെപ്പാട് അത് ജസ്റ്റ് ഒന്ന് കണ്ടത് മാത്രമേ ഉള്ളല്ലോ കോർഡി യൂസ് ചെയ്തത്. അതിനിടക്ക് തന്നെ അവനത് കംപ്ലീറ്റ്ലി മനസ്സിലാക്കിയോ? ഇവൻ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അടുത്തൊരു 10 വർഷം വേണ്ട, അടുത്തൊരു 5 വർഷം കൊണ്ട് ഇവൻ എന്തായിത്തീരും? അങ്ങനെ സ്കുറലിന് ശേഷം ആർത്തർ ആ പാന്തറിൻ്റെ അടുത്തേക്ക് ചെന്നിട്ടുണ്ട്. അവൻ പുതിയതായിട്ട് പഠിച്ച ടെക്നിക്ക് യൂസ് ചെയ്ത് അതിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അത് അവിടുന്ന് മാഞ്ഞുപോയി. അത്ര പെട്ടെന്ന് തന്നെ ആർത്തർ അതിനെ പുറകെ പോകുന്നുണ്ടെങ്കിലും ആർത്തറിനെ ഒന്ന് കണ്ടെത്താൻ പോലും സാധിച്ചില്ല. കാര്യം അത്രത്തോളം സ്പീഡ് ആ ഒരു പാന്തറിനുണ്ടായിരുന്നു. അവൻ നന്നായിട്ട് സ്ട്രെസ്ഡായി. റാപ്റ്റർ സ്കുറലിനെ പിടിച്ച ആ ഒരു ദിവസം വിസ്ഡം എന്നെ കാണാൻ വന്നിരുന്നു. എന്നിട്ട് മിറാജ് വോക്കിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഞാൻ പഠിച്ചതെന്നും പറഞ്ഞു. അത് കഴിഞ്ഞ് 3 ആഴ്ച ഞാൻ ട്രക്ക് ചെയ്തിട്ടാണ് ഈ ഒരു സിൽവർ പാന്തറിനെ ഞാൻ കണ്ടത് തന്നെ. എന്നിട്ടും ഇപ്പോൾ എത്ര ദിവസമായി എനിക്ക് അതുങ്ങളെ ഒന്ന് പിടിക്കാൻ പോലും സാധിക്കുന്നില്ല. കോപ്പ്, ഞാൻ ശരിക്കും ഡെസ്പറേറ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ആർത്തർ ഒരു വെള്ളത്തിൻ്റെ സൈഡിൽ നിൽക്കുവാണ്. ആർത്തർ, ഇതൊട്ടും എളുപ്പമില്ലെന്ന് നിനക്കറിയാമല്ലോ. പെട്ടെന്നാണ് അവൻ മുകളിൽ ഒരു സ്കുറലിനെ കാണുന്നത്. ആ കോപ്പ്, എനിക്ക് നന്നായിട്ട് വിശക്കണമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ദൂരത്തുനിന്ന് ഒരു പക്ഷി പറന്ന് ആ സ്കുറലിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. എന്നിട്ട് അതിനെ റാഞ്ചി അങ്ങോട്ട് എടുക്കുകയും ചെയ്യും. ഇത് ആർത്തർ കണ്ട് ശരിക്കും സർപ്രൈസ്ഡായി. ആ ഒരു പക്ഷി ആ സ്കുറൽ ചാടുന്ന സ്ഥലം പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ടല്ലേ അതിനെ അറ്റാക്ക് ചെയ്തത്. ഈ ടൈമിൽ മറ്റൊരു സ്കുറൽ പെട്ടെന്ന് അനങ്ങുന്നുണ്ട്. ഇതായിട്ട് ആ പക്ഷി സെൻസ് ചെയ്യും. വീണ്ടും അതിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് പോവുകയും അതിനെ കംപ്ലീറ്റ്ലി അവൻ പിടിക്കുകയും ചെയ്യും. ഈ സമയത്ത് തന്നെ ആ ഒരു പക്ഷിനെ പിടിക്കാനായിട്ട് ആർത്തർ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഒരു തൂവൽ മാത്രമേ അവൻ്റെ കയ്യിൽ കിട്ടിയുള്ളൂ. കോപ്പ്, ഞാൻ ഇനിയും ഈ സ്റ്റെപ്പ് നന്നായിട്ട് പഠിക്കണം. അങ്ങനെ ആഴ്ചകളോളം ആ ഒരു ബേഡിനെ അവൻ നിരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. ആ പക്ഷികൾ ശരിക്കും സ്റ്റെൽത്തിയും അതേപോലെ നല്ല സ്പീഡും ഉള്ളതായിരുന്നു. എന്നാൽ ആ റാപ്റ്റർ സ്കുറൽസിന് അതിനെ സെൻസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ തന്റെ പ്രസൻസ് ലീക്ക് ചെയ്തുകൊണ്ട് ആ സ്കുറൽസിന്റെ ഒരു മൂവ്മെന്റ് കൺട്രോൾ ചെയ്തുകൊണ്ടാണ് അതിനെ പിടിച്ചിട്ടിരുന്നത്. എന്നാൽ ഈ കാര്യം സ്കുറൽസിന് പോലും മനസ്സിലാതില്ലായിരുന്നു. എന്നാൽ പാന്തറും ആ സ്കുറൽസുമായിട്ട് നല്ല വ്യത്യാസമുണ്ട്. എന്നാൽ പാന്തർ കംപ്ലീറ്റ്ലി സ്മാർട്ടാണ്. അതുങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഫേസ് ടു ഫേസ് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്നെ അതുങ്ങൾക്ക് തൊടാൻ പോലും പറ്റത്തില്ലെന്ന്. അതുകൊണ്ട് തന്നെ എന്നെ കംപ്ലീറ്റ്ലി അവർ അവോയ്ഡ് ചെയ്യാറാണ് പതിവ്. ഞാൻ വീണ്ടും എൻ്റെ മസിൽസിനെ ഫോക്കസ് ചെയ്യാനായിട്ട് തുടങ്ങി. ആ സ്റ്റെപ്പ് വീണ്ടും ഒന്ന് സെറ്റാക്കാനായിട്ട്. പക്ഷേ അതൊട്ടും നിസ്സാരമല്ലായിരുന്നു. ആ സ്കുറൽസിനെ പിടിക്കുന്ന പോലെ എനിക്ക് നിങ്ങളെ തൊടാൻ പോലും പറ്റത്തില്ലെന്ന് എനിക്കറിയാമായിരുന്നു. ആ ടൈമിലാണ് ആർത്തറിന്റെ ഷൂവും പൊട്ടിയത്. കോപ്പോ, ഇതിന് ഞാൻ ഉരുക്കളയണോ? ഞാൻ കംപ്ലീറ്റ്ലി ടെലിപോർട്ട് ആയതുപോലെ തന്നെ അത് പഠിക്കണം. എങ്കിൽ മാത്രമേ ഇതുകൊണ്ട് ഉപകാരമുള്ളൂ. എൻ്റെ കഴിഞ്ഞ ലോകത്തും ഈ മസ്കുലാരിറ്റിനെ പറ്റി എനിക്ക് ക്ലാസ് കിട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ മൂവ്മെന്റ്സ് ഒക്കെ മാക്സിമം കൺട്രോൾ ചെയ്യുന്ന ഈ കാഫ് മസിൽസ് ആയിരുന്നു. എന്നാൽ ആ മസിലുകളുകൊണ്ട് മാത്രമാണ് ഗ്രൗണ്ടിൽ നിന്ന് ഹൈ സ്പീഡിൽ പുഷ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. സോ അതാണ് ഈ വാക്കിങ്ങിനും റണ്ണിങ്ങിനും ജമ്പിങ്ങിനൊക്കെ മാക്സിമം സഹായിക്കുന്നത്. അത് തന്നെ വേണം ഞാൻ ട്രെയിൻ ചെയ്യാനായിട്ട്. ആ ഒരു നോളജ് വെച്ചുകൊണ്ട് അവൻ ഈ ലോകത്ത് വീണ്ടും പ്രാക്ടീസ് തുടങ്ങി. കംപ്ലീറ്റ്ലി ലെഗിനെ മസിലിനെയാണ് അവൻ ഫോക്കസ് ചെയ്ത് ഹൈ സ്പീഡിൽ മൂവ്മെന്റ് ചെയ്തുകൊണ്ട് അവൻ നന്നായിട്ട് തന്നെ ട്രെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. കറക്റ്റ് ടൈമിൽ എനിക്ക് എൻ്റെ മാനൊക്കെ സ്പെസിഫിക് ഉള്ള ഒരു മസിലിലേക്ക് ഇൻപുട്ട് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് ആ മസിലിനെ സ്ക്യൂ ചെയ്തുകൊണ്ട് എനിക്ക് എൻ്റെ ബോഡിനെ ഒന്ന് മിമിക് ചെയ്യാനായിട്ട് സാധിക്കും. ആ ടൈമിൽ എൻ്റെ ശരീരം അനങ്ങാതെ തന്നെ എനിക്കൊരു സ്ഥലത്തേക്ക് പോകാൻ സാധിക്കും. അതെങ്ങനെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ കോർഡി പോലും കേപ്പബിൾ അല്ലാത്ത സ്ഥലത്തേക്ക് എനിക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. എന്നാൽ ഈ മിറാജ് വോക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നത് അത് കുറച്ച് പാടുള്ള കാര്യം തന്നെയാണ്. ആർത്തർ, ഇനിയും എത്ര നാൾ നീ ഈ ആനിമൽസിനെ ക്യാച്ച് ചെയ്തുകൊണ്ട് ഇവിടെ നിൽക്കും? അങ്ങനെ ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി. പക്ഷേ അന്നേ ദിവസം കാട് ശരിക്കും സൈലന്റ് ആയിരുന്നു. ആ ടൈമിലാണ് ആർത്തർ പെട്ടെന്ന് ഒരു കാര്യം സാധിച്ചത്. 2 പാന്തേഴ്സ് ഇടി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവനൊരു കാര്യം മനസ്സിലായി, അത് ടെറിട്ടറിക്ക് വേണ്ടിയുള്ള വഴക്കാണ്. അതുകൊണ്ടാണ് ഈ കാർഡ് ഇത്രയും എംറ്റി ആയിട്ടുള്ളത്. പെട്ടെന്ന് അതുങ്ങൾ രണ്ടുപേരും കൂടെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് തന്നെ അവർ രണ്ടുപേരും അറ്റാക്ക് ചെയ്ത് മുന്നിലേക്ക് പോവുകയും ഒരു പാന്തറിനെ കണ്ണ് നോക്കി മറ്റൊരു പാന്തർ അറ്റാക്ക് ചെയ്യുകയും ചെയ്യും. ഇത് ആർത്തർ ശ്രദ്ധിക്കുകയും ചെയ്യും. എന്നാൽ ആർത്തറിന്റെ പ്രസൻസ് മനസ്സിലാക്കിയ അതുങ്ങൾ പെട്ടെന്ന് അവിടുന്ന് എസ്കേപ്പ് ആകുന്നുണ്ട്. ഈ ടൈമിൽ ആർത്തർ ആലോചിക്കുന്നുണ്ട്, അവനെന്തിനാണ് എസ്കേപ്പ് ചെയ്തത്? അവനിലായിരുന്നു കൂടുതൽ അഡ്വാൻറ്റേജ് ഉള്ളത്. ആർത്തർ, ഇത് നിനക്ക് കിട്ടിയ ചാൻസാണ്, ഇത് നീ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അവിടേക്ക് വരി ആ ഒരു പാന്തറിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. അങ്ങനെ ആർത്തറും ആ പാന്തറും കൂടെ കുറച്ചു നേരം ഒന്ന് മൽപ്പിടുത്തം ചെയ്തതിന് ശേഷം ആർത്തർ അതിനെ കംപ്ലീറ്റ്ലി പിടിച്ച് കെട്ടുന്നുണ്ട്. ഈ സമയത്ത് തന്നെ ആ ഒരു പാന്തർ അവനെ അറ്റാക്ക് ചെയ്യാനായിട്ട് നോക്കി മറ്റൊരു വഴിയില്ലാത്ത ആർത്തറിനെ കൊണ്ട് ആ ഒരു ക്ലിഫിലായിട്ട് ആ പാന്തർ എടുത്ത് ചാടുകയും ചെയ്യും. ഈ സമയത്ത് താഴത്തേക്ക് വീഴുമെന്ന് മനസ്സിലായ ആർത്തറാട്ടെ പറയുകയും ചെയ്യും, വിസ്ഡം എന്നോട് ക്ഷമിക്ക്, നിനക്ക് കാര്യം മനസ്സിലാകുമെന്ന് തോന്നുന്നു പറഞ്ഞുകൊണ്ട് അവനായിട്ട് അവൻ്റെ വിൻഡ് മാജിക് യൂസ് ചെയ്യുന്നുണ്ട്. കാര്യം ഈ മാജിക് യൂസ് ചെയ്യുന്ന കംപ്ലീറ്റ്ലി വിസ്ഡം തടഞ്ഞൊരു കാര്യമാണ്. അങ്ങനെ സേഫ്ലി തന്നെ ആർത്തർ താഴ്ത്തു വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ആ പാന്തർ അവിടെ മരിച്ചു വീണിരുന്നു.
പെട്ടെന്നായിരുന്നു ഒരു വലിയൊരു നിഴൽ അവൻ്റെ ശരീരത്ത് വന്ന് വീണത്. അവൻ നോക്കുന്നിടത്ത് ഭയപ്പെടുത്തുന്ന രീതിയിലെ ശരീരമുള്ള ഒരു സാധനം തിരിഞ്ഞ് ആർത്തറിൻ്റെ നേരെ വരുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു ചാപ്റ്റർ ഞാനിവിടെ അവസാനിപ്പിക്കുന്നത്.